നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ 30-ാം തീയതി ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സെക്കൻഡ് ഫേസ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് 40 ടോപ്പ് 40 ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനാണ്. അപ്പോൾ 2 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുണ്ട്, 40 ചോദ്യങ്ങൾ. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഷമീം as well as രഞ്ജിത്ത് ഡാഷ് ഗോയിങ് ടു ദ ലൈബ്രറി. അപ്പോൾ ഷമീം as well as രഞ്ജിത്ത് ഡാഷ് ഗോയിങ് ടു ദ ലൈബ്രറി. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, as well asന് മുൻപ് വരുന്ന ഭാഗമാണ് വെർബ് നിർണ്ണയിക്കുന്നത്. ആ ഒരു പോയിന്റ് മാത്രം ഇവിടെ ഓർത്താൽ മതി. as well asന് മുൻപ് വരുന്ന നൗൺ അല്ലെങ്കിൽ സബ്ജക്റ്റ് ആണ് ഇവിടുത്തെ വെർബ് നിർണ്ണയിക്കുന്നത്. as well asന് മുൻപ് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ വെർബ് ആയിരിക്കും, as well asന് മുൻപ് പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ വെർബ് ആയിരിക്കും. ആ ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ഇനി ഓപ്ഷനിലേക്ക് നോക്കിക്കേ. ആറുണ്ട്, ഈസ് ഉണ്ട്, ആം ഉണ്ട്, ഹാവ് ഉണ്ട്. അപ്പോൾ ഷമീം എന്ന് പറയുന്നത് സിംഗുലാർ നൗൺ ആണ് അല്ലെങ്കിൽ സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പൊ ആറ് വരുവോ? ഇല്ല. ഹാവ് വരുവോ? ഇല്ല. ആം എന്ന് പറയുന്നത് ഐയുടെ കൂടെ വരുന്നതല്ലേ. അപ്പൊ ഉത്തരം ഏതാണ്? ഈസ് ആണ് ആൻസർ. ഷമീം as well as രഞ്ജിത്ത് ഈസ് ഗോയിങ് ടു ദ ലൈബ്രറി. ഓക്കെ, അടുത്ത ചോദ്യം, ഷീ വാസ് ആംഗ്രി ഡാഷ് ഹിം. ആംഗ്രി വിത്ത് ഹിം. എന്തുകൊണ്ട് വിത്ത് വന്നു? ആംഗ്രി വിത്ത് സംബഡി, ആംഗ്രി അറ്റ് സംതിങ്. എന്തെങ്കിലും ഒരു വസ്തു ആയിരുന്നെങ്കിൽ അറ്റ് ഉപയോഗിച്ചേനെ, ആംഗ്രി അറ്റ് ഉപയോഗിച്ചേനെ. ഇവിടെ ഹിം എന്ന് പറയുന്നത് ഒരു വ്യക്തി ആയതുകൊണ്ട് സംബഡി ആണ്. അപ്പോൾ ആംഗ്രി വിത്ത് സംബഡി. ഓക്കെ, അടുത്ത ചോദ്യം, ദ പ്ലൂറൽ ഫോം ഓഫ് ഇൻഫോർമേഷൻ. ഇൻഫോർമേഷന്റെ പ്ലൂറൽ ഫോം എന്താണ്? നോ ചേഞ്ച്. ഇൻഫോർമേഷന്റെ പ്ലൂറൽ ഫോം ഇൻഫോർമേഷൻ തന്നെയാണ്, അതുകൊണ്ട് നോ ചേഞ്ച് ആണ് ആൻസർ. അപ്പോൾ ഇൻഫോർമേഷൻ എന്നത് കളക്റ്റീവ് സ്വഭാവമുള്ള ഒരു നൗൺ ആണ്. പീസ് ഓഫ് ഇൻഫോർമേഷൻ, പീസ് ഓഫ് ഇൻഫോർമേഷൻ എന്നേ നമ്മൾ പറയാറുള്ളൂ. അപ്പോൾ എന്താണ്? സിംഗുലറും പ്ലൂറലും രണ്ടും സെയിം ആണ്. ഇൻഫോർമേഷൻ ഇൻഫോർമേഷൻ തന്നെയാണ് അതിന്റെ പ്ലൂറൽ ഫോം. ഓക്കെ, ഇന്ത്യയിലെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഉടൻ തന്നെ ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 20th ഒക്ടോബറിന് ഒരു 70 days ബാച്ച് കോഴ്സ് 12th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ CPU എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. അപ്പോൾ ജോയിൻ ചെയ്യുമ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് കൂടെ കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ ടോട്ടൽ 19% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ LDC മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഒക്ടോബർ 21 ഒരു 30 days റിവിഷൻ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ റിവിഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാർ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ ഈ പറയുന്ന എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ബിഗിനേഴ്സ് ബാച്ച് ഒരു 150 days ഫൗണ്ടേഷൻ ബാച്ച് ഒക്ടോബർ 30th സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. കൂടാതെ LD ടൈപ്പിസ്റ്റിന് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിസർച്ച് ഓഫീസറിന് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ്, LGS മെയിൻസ് എക്സാമിനൊക്കെ സെപ്പറേറ്റ് ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഉള്ളൊരു ഓഫർ എന്ന് പറയുന്നത് ഈ 20th, അതായത് 19th 20th ഒക്ടോബറിൽ ഇന്ന് വരെയുള്ള ഓഫറാണ്. നിങ്ങൾ 12 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെങ്കിൽ 2 മാസം നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ലഭിക്കുന്നതാണ്. അതായത് 14 months സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഒരുമിച്ച് കിട്ടുന്നതാണ്. അപ്പോൾ 10% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കൂടെ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ മതി. ഓക്കെ, അടുത്ത ചോദ്യം, ഐ പ്രിഫർ നോവൽസ് ഡാഷ് ട്രാവലോഗ്. അപ്പോൾ പ്രിഫറിന്റെ കൂടെ ഏതാ പ്രിപ്പോസിഷൻ ചേർക്കാനുള്ളത്? ടു. പഠിച്ചു വെക്കുക. പ്രിഫറിന്റെ കൂടെ ഏത് പ്രിപ്പോസിഷൻ ആണ്? ടു. അപ്പൊ പ്രിഫർ സംതിങ് ടു സംതിങ് എൽസ്. ഐ പ്രിഫർ നോവൽസ് ടു ട്രാവലോഗ്. ഓക്കെ, അപ്പോൾ നോവൽസ് ആണ് എനിക്ക് ട്രാവലോഗിനേക്കാളും കുറച്ചും കൂടി ഇഷ്ടം എന്നുള്ള മീനിങ്ങിനാണ്. അടുത്തത്, ഇഫ് ഐ വെയർ ദ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഡാഷ്. ഇഫ് ക്ലോസ് ആണ്. അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു ഇമാജിനറി ക്ലോസ് ആണ്. അതായത് ഐക്ക് ശേഷം വേറെ വരിക എന്നുള്ളത് ഒരു ഇമാജിനറി കണ്ടീഷനാണ്. ഞാൻ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നെങ്കിൽ എന്തോ ചെയ്യുമായിരുന്നു. എന്താണ്?
ഐ വുഡ് ക്യാൻസൽ ഓൾ എക്സാമിനേഷൻസ്. ഇത്രയും മാത്രം ഓർത്താൽ മതി. അതായത് ഇഫ് ക്ലോസിൽ ഐയുടെ കൂടെ വേറെ വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1 ആണ് ചേർക്കേണ്ടത്. വുഡ് ക്യാൻസൽ, വുഡ് പ്ലസ് V1 ആണ് ചേർക്കേണ്ടത്. ഇമാജിനറി കണ്ടീഷൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഐ തിങ്ക് ഐ ആം റൈറ്റ്. ക്വസ്റ്റ്യൻ ടാഗ്. ഐ തിങ്ക് ഐ ആം റൈറ്റ് എന്ന് പറയുമ്പോൾ സെന്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് സെന്റൻസ് ആണ്. അപ്പം ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ നെഗറ്റീവ് ടാഗ് 3 ഓപ്ഷനിൽ നെഗറ്റീവ് ടാഗ് ഉണ്ട്. ഇവിടുത്തെ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത് ആം ആണ്. ആം വരുമ്പോൾ ആറിൻ്റെ ഐ ആണ് വരുന്നത്. ആം ഐ നോട്ട് വരത്തില്ല, ആറിൻ്റെ ഐ ആണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ചേഞ്ച് ദ വോയിസ്. ഹു ക്യാൻ ടീച്ച് ഹർ മ്യൂസിക്? ഹു ക്യാൻ ടീച്ച് ഹർ മ്യൂസിക്? ഹൂ എന്നുള്ളത് പാസീവ് വോയിസിലേക്ക് ആക്കുമ്പോൾ ബൈ ഹൂം ആണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം ബൈ ഹൂം വെച്ചുള്ള ഒറ്റ ഓപ്ഷൻ ഇവിടെ ഉള്ളൂ. ഏതാ? ബൈ ഹൂം ക്യാൻ ഷീ ബി ടോട്ട് മ്യൂസിക്. ഓക്കെ, പ്ലേസ് വെയർ ദ റാബിറ്റ് ലീവ് ഇൻ. റാബിറ്റ് വസിക്കുന്ന സ്ഥലം ബറോ ആണ്. ബറോ, മാള. ഓക്കെ, അടുത്തത്, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഇവിടെ അനീമിയ എന്നുള്ളത് കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ്? ഓപ്ഷൻ എ ആണ് അനീമിയ. ഓപ്ഷൻ എ, ANAEMIA. അടുത്ത ചോദ്യം, വി ലീവ് ഇൻ കാനഡ ഡാഷ് 2000 to 2005. അപ്പോൾ ഒരു വർഷം മുതൽ മറ്റൊരു വർഷം വരെ എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. ഫ്രമ്മും ടൂവും. ഏതാണ്? ഫ്രമ്മും ടൂവുമാണ് വരുന്നത്. ഫ്രം. വി ലീവ് ഇൻ കാനഡ ഫ്രം 2000 to 2015. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു ഈച്ച് അതർ? കാക്ടസ്, ട്രീ, നീം, സ്പൈസ്, ഡെയ്സി, വെജിറ്റബിൾ, ആപ്രിക്കോട്ട്, ഫ്രൂട്ട്. ഇതിൽ 1-2 മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് PSC ഈ ചോദ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത്, ദ ഫെമിനൈൻ നൗൺ ഓഫ് ലോഡ്. ലോഡിന്റെ ഫെമിനൈൻ നൗൺ ഏതാണ്? ലോഡ് എന്ന് പറഞ്ഞാൽ പ്രഭു. അപ്പൊ പ്രഭി, ലേഡി. ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വെർബ് സിംഗ്. സിംഗിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുമ്പം എന്താണ്? സിംഗ്, സാങ്, സങ്. സങ് ആണ് വരുന്നത്. അപ്പം സിംഗ്, സാങ്, സങ് ആണ്. സങ് ആണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. അടുത്ത ചോദ്യം, ഷീ ഈസ് വൺ ഓഫ് ദ ഗേൾസ് ഡാഷ് നോ ദ ആൻസർ. ഷീ ഈസ് വൺ ഓഫ് ദ ഗേൾസ് ഹൂ നോ ദ ആൻസർ. ഹൂ നോ ദ ആൻസർ. അടുത്ത ചോദ്യം, when they saw the teacher they stopped to talk. ടീച്ചറിനെ കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? സംസാരിക്കുന്നത് നിർത്തി. ഓക്കെ, അടുത്ത ചോദ്യം, വി ഹാഡ് എ ചാറ്റ് ഡാഷ് എ കപ്പ് ഓഫ് ടീ. നമ്മൾ നേരത്തെ ഒരു ചോദ്യ പേപ്പർ ഡിസ്കസ് ചെയ്ത ചോദ്യമാണ്. വി ഹാഡ് എ ചാറ്റ് ഓവർ എ കപ്പ് ഓഫ് ടീ. ഓവർ എ കപ്പ് ഓഫ് ടീ. അടുത്തത്, പിക്ക് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ്. ഇത് 2-3 പരീക്ഷയ്ക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിച്ചത്. ഇതിലിപ്പോൾ കറക്ഷൻ, സെന്റൻസ് കറക്ഷനെ ചോദിച്ചു. പിക്ക് ഔട്ട് ദ കറക്റ്റ് സെന്റൻസ്. ദ ഗംഗ, ദ ഗാഞ്ചസ്. ഇവിടെ ഗാഞ്ചസ് എന്നാണ് കൊടുത്തേക്കുന്നത്. ദ ഗാഞ്ചസ് ഈസ് എ സേക്രഡ് റിവർ. അപ്പം റിവേഴ്സിന്റെ മുന്നിൽ ദ ചേർത്തോളാം. ഈസ് എ സേക്രഡ് റിവർ. ദ ഗാഞ്ചസ് ഈസ് എ സേക്രഡ് റിവർ. റിവർ, ഓഷൻ, മൗണ്ടെയിൻ റേഞ്ചസ് ഇവയുടെ മുന്നിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആയ ദ ചേർക്കണമെന്ന് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, ആന്റോണിം ഓഫ് ദ വേർഡ് റിജിഡ്. റിജിഡിന്റെ ഓപ്പോസിറ്റ് എന്താണ്? റിജിഡ് എന്ന് പറയുമ്പോൾ സ്റ്റിഫ് എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പം അയഞ്ഞ എന്നുള്ളൊരു ഓപ്പോസിറ്റ് ആണ് വരുന്നത് ഫ്ലെക്സിബിൾ. ഫ്ലെക്സിബിൾ. അടുത്തത്, ബ്ലഡ് ഈസ് ഡാഷ് ദാൻ വാട്ടർ. ബ്ലഡ് ഈസ് തിക്കർ. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. കമ്പാരറ്റീവ് ഫോം ആണ്. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഫാമിലി റിലേഷൻഷിപ്സ് ആണ് മറ്റു ബന്ധങ്ങളെക്കാൾ വലുത് എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രോവേർബ് ആണിത്. ഫാമിലി റിലേഷൻഷിപ്സ് ആണ് മറ്റു ബന്ധങ്ങളെക്കാൾ വലുത്. ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. അടുത്ത ചോദ്യം, എ സയന്റിഫിക് സ്റ്റഡി ഓഫ് ഡിസീസസ്. ഡിസീസസിനെ പറ്റിയുള്ള സ്റ്റഡി പാത്തോളജി. എന്താണ്? പാത്തോളജി. രോഗങ്ങളെ പറ്റിയുള്ള പഠന ശാഖയാണ് പാത്തോളജി. ഓക്കെ, അപ്പൊ ഈ ചോദ്യ പേപ്പർ എന്ന് പറയുന്നത് വാർഫ് സൂപ്പർവൈസർ 2016 നടന്ന വാർഫ് സൂപ്പർവൈസർ ബാർ മെയിൽ വാർഡൻ 2016 നടന്ന പരീക്ഷയുടേതാണ്. നല്ല ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ചോദ്യം, ദ ഇഡിയം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മീൻസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻ റിട്ടേൺ ഫോം. ഇൻ റിട്ടേൺ ഫോം എന്നതാണ്. അതായത് ദ ഓർഡർ വാസ് ഇഷ്യൂഡ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതായത് റിട്ടേൺ ഫോമിലാണ് ഓർഡർ ഇഷ്യൂ ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം, എവരി വൺ ലൈക്സ് സ്വീറ്റ്സ് ഡാഷ്.
എവരി വൺ ലൈക്സ് സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ സെന്റൻസ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എവരി വൺ ലൈക്സ് സ്വീറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ നെഗറ്റീവ് വേർഡൊന്നും ഇല്ലല്ലോ, അപ്പോൾ സെന്റൻസ് പോസിറ്റീവ് ആണ്. ടാഗ് എന്തായിരിക്കും? നെഗറ്റീവ് ടാഗ് ആയിരിക്കും. ഇപ്പൊ ലൈക്സിനെ സ്പ്ലിറ്റ് ചെയ്യുക, ഡസ് പ്ലസ് ലൈക്ക് എന്ന് വരും. അപ്പൊ ഡസ് എന്ന് പറയുന്ന ഓക്സിലറി വെർബ് കിട്ടി. പക്ഷെ ഇവിടെ സബ്ജക്ട് എന്ന് പറയുന്നത് എവരി വൺ അല്ലേ? എവരി വണ്ണിന്റെ പ്രോനൗൺ എന്ന് പറയുന്നത് ദേ ആകും. ദേ എന്ന് പറയുന്നത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? പ്ലൂറൽ ആണല്ലോ. അപ്പൊ ഡോൺ ദേ ആണ് വരുന്നത്. ഡസിൻ ദേ എഴുതാൻ പറ്റുമോ? ഇല്ല, ഡസിൻ ദേ വന്നേനെ. ഇവിടെ സിംഗുലർ സബ്ജക്ട് ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ? ഡസിൻറ്റ് ഹിയോ ഷിയോ വെല്ലം വന്നേനെ. പക്ഷെ ദേ ആയതുകൊണ്ട് ഡോൺ ഡേ വരത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പൊ എവരി വൺ എന്നത് സെന്റൻസിൽ വരുമ്പോൾ ടാഗിൽ ദേ ആണ് വരുന്നത്. അടുത്ത ചോദ്യം, ദ ഡോക്ടർ അഡ്വൈസ്ഡ് ഹിം ടു അബ്സ്റ്റെയിൻ ഡാഷ് ഡ്രിങ്കിങ്. അബ്സ്റ്റെയിൻ ഫ്രം സംതിങ് എന്ന് വെച്ചാൽ ഒഴിവാക്കുക എന്നുള്ളതാണ്. അബ്സ്റ്റെയിൻ ഫ്രം. അപ്പൊ ദ ഡോക്ടർ അഡ്വൈസ് ഹിം ടു അബ്സ്റ്റെയിൻ ഫ്രം ഡ്രിങ്കിങ്. Good fences make dash. Good fences make good neighbors. Good fences make good neighbors. നല്ല അതിർത്തികൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കും എന്ന അർത്ഥത്തിലുള്ള ഒരു പ്രോവർബ് ആണിത്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അടുത്തത്, ഡാഷ് ദ ടെക്സ്റ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഗോ ത്രൂ. ഗോ ത്രൂ എന്ന് വെച്ചാൽ ടെക്സ്റ്റിലൂടെ കടന്നു പോകുക എന്ന് വെച്ചാൽ എന്താ? വായിക്കുക എന്നുള്ള മീനിങ് ആണ്. A person who knows many languages. Many languages is polyglot. Polyglot ആണ്. A person who knows many languages, polyglot. Dash of cotton. കളക്റ്റീവ് നൗൺ ആണ്. ബെയിൽ. BALE ബെയിൽ ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ബണ്ടിൽ എന്നുള്ള മീനിങ് ആണ്. ബെയിൽ ഓഫ് കോട്ടൺ. ബെയിൽ ഓഫ് കോട്ടൺ ഓർത്തിരിക്കാം. ദ പ്ലൂറൽ ഫോം ഓഫ് സ്പൂൺഫുൾ. സ്പൂൺഫുള്ളിന്റെ പ്ലൂറൽ ഫോം എന്താണ്? സ്പൂൺഫുൾസ്. സ്പൂൺഫുൾസ്. അടുത്തത് കമ്പാരറ്റീവ് ഫോം എഴുതാനാണ്. മുംബൈ ഈസ് വൺ ഓഫ് ദ ബിസിയസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ. അപ്പോൾ വൺ ഓഫ് ദ ബിസിയസ്റ്റ് സൂപ്പർലേറ്റീവ് ഡിഗ്രി തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്താ വരിക? മുംബൈ ഈസ് ബിസിയർ ദാൻ മെനി അതർ സിറ്റീസ്. മെനി അതർ സിറ്റീസ്. മുംബൈ ഈസ് ബിസിയർ ദാൻ മെനി അതർ സിറ്റീസ്. വൺ ഓഫ് ദ വരുമ്പോൾ ഞാൻ പറഞ്ഞു, മുൻപേ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, വൺ ഓഫ് ദ വന്നു കഴിഞ്ഞാൽ മെനി അതർ കൊണ്ട് റീപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞു, കമ്പാരറ്റീവ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടി. അപ്പൊ എന്താ പറയാ? മുംബൈ ഈസ് ബിസിയർ ദാൻ മെനി അതർ സിറ്റീസ് ഇൻ ഇന്ത്യ. അടുത്ത ചോദ്യം, റിലീസ് ദ പ്രിസണർ. അപ്പൊ റിലീസ് ദ പ്രിസണർ എന്ന് പറയുമ്പോൾ ഏത് ടൈപ്പാണ് സെന്റൻസ്? ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. റിലീസ് എന്ന് പറയുന്ന വേർബ് അല്ലേ? വേർബിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇമ്പറേറ്റീവ് സെന്റൻസ് ആണ്. അപ്പോൾ ഇമ്പറേറ്റീവ് സെന്റൻസിനെ പാസീവ് ഫോമിലേക്ക് ആക്കുമ്പോൾ ലെറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. ലെറ്റ് ദ പ്രിസണർ ബി റിലീസ്ഡ്. ലെറ്റ് ദ പ്രിസണർ ബി റിലീസ്ഡ് ആണ് ആൻസർ. അടുത്ത ചോദ്യം, ഡോണ്ട് മേക്ക് നോയ്സ്. ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ദ റിപ്പോർട്ടഡ് സ്പീച്ച് ഓഫ് ദ സെന്റൻസ്. അപ്പോൾ ടീച്ചർ കുട്ടികളോട് ആവശ്യപ്പെട്ട കാര്യം ശബ്ദം ഉണ്ടാക്കരുത്. ഡോണ്ട് മേക്ക് നോയ്സ് എന്ന് പറയുന്നത് ഒരു എന്താണ്? ഒരു ഇൻസ്ട്രക്ഷൻ ആണ്. അപ്പൊ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് നോട്ട് ടു മേക്ക്. ഡോണ്ട് എന്താകും? നോട്ട് ടു ആകും. ബട്ട് ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് നോട്ട് ടു മേക്ക് നോയ്സ്. നോട്ട് ടു ആണ് വരുന്നത്. അടുത്തത്, പിക്ക് ഔട്ട് ദ റൈറ്റ്ലി സ്പെൽഡ് വേർഡ്. കമ്മിറ്റിയുടെ കറക്റ്റ് സ്പെല്ലിംഗ്. കമ്മിറ്റി ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. COMMITTEE ആണ് കമ്മിറ്റി. COMMITTEE. ഓക്കെ. അടുത്തത്, ദ വേർഡ് ഡ്രഡ്ജറി മീൻസ്. ഡ്രഡ്ജറി എന്ന് വെച്ചാൽ എന്താണ്? ഹാർഡ് ആൻഡ് ഡൾ വർക്ക്. ഹാർഡ് ആൻഡ് ഡൾ വർക്കിനെയാണ് ഡ്രഡ്ജറി എന്ന് പറയുന്നത്. അടുത്തത് ഇഫ് ക്ലോസ് ആണ്. ഇഫ് യു വെന്റ് ദെയർ യു ഡാഷ് ഹിം. അപ്പൊ ഇഫ് ക്ലോസ് സെക്കൻഡ് ഫോം ആണ്, അതായത് V2 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇഫ് ക്ലോസിൽ സിമ്പിൾ പാസ്റ്റ് വന്നാൽ മെയിൻ ക്ലോസിൽ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് പ്ലസ് V1 ആണ് ചേർക്കേണ്ടത്. കുഡ് സി അല്ലെ? കുഡ് പ്ലസ് V1 ഉണ്ടല്ലോ. കുഡ് സി. ഇഫ് യു വെന്റ് ദെയർ യു കുഡ് സീ ഹിം. ഓക്കെ. അടുത്ത ചോദ്യം, ദ ഇഡിയം ലിംഗ്വ ഫ്രാങ്ക മീൻസ്. ലിംഗ്വ ഫ്രാങ്ക എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ലാംഗ്വേജ് അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജ് എന്ന് പറയും. ഓക്കെ. അടുത്തത്, ഐ ഡാഷ് ടീ. ഐ ഡ്രിങ്ക് ടീ. ഐ ഡാഷ് ടീ. ഐ ഡ്രിങ്ക് ടീ എന്ന് വെച്ചാൽ എന്താണ്? ഡ്രിങ്കിങ്, ഡ്രങ്ക് എന്നിവ സ്വതന്ത്രമായി നിൽക്കുന്ന വേർബ്സ് അല്ല. അപ്പം ഡ്രിങ്കിങ്ങും ഡ്രങ്കും ഒന്നും ഇവിടെ വരത്തില്ല. അതവിടെ തെറ്റാണ്. ഡ്രിങ്ക്സ് വരുമോ? കാരണം എന്താ? ഐ അല്ലേ? ഐ അല്ലേ ഇവിടുത്തെ സബ്ജക്റ്റ്. ഐ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? ഐ പ്ലൂറൽ ആണ്. അതുകൊണ്ട് പ്ലൂറൽ വേർബ് തന്നെ ചേർക്കണം. ഡ്രിങ്ക്. ഓക്കെ. അടുത്ത ചോദ്യം, ദ ക്ലൈമറ്റ് ഓഫ് കാശ്മീർ ഈസ് ക്വൈറ്റ് ഡിഫറെന്റ് ഫ്രം മഹാരാഷ്ട്ര. ഇവിടെ തെറ്റായിട്ട് വരുന്നത് ഫ്രം മഹാരാഷ്ട്ര എന്നുള്ളതാണ്. D ആണ് തെറ്റ്. ഓക്കെ. അടുത്തത്, ഷീ സെൽസ്
സീ ഷെൽസ് ഓൺ ദ സീ ഷോർ. ഇതെന്താണ്? ടങ് ട്വിസ്റ്റർ ആണല്ലേ, ടങ് ട്വിസ്റ്റർ. വുഡ് യു പ്ലീസ് ഡാഷ് എ ബിറ്റ്. വുഡ് യു പ്ലീസ് ഡാഷ് എ ബിറ്റ്. ഇവിടെ ഓർക്കുക, വുഡ് യുവിന് ശേഷം ബെയർ ഇൻഫിനിറ്റീവ് ആണ് ചേർക്കാനുള്ളത്. ഓക്കെ, ഉത്തരം മൂവ് ആണ്. എന്നാൽ വുഡ് യു മൈൻഡിന് ശേഷം ING ഫോം ആണ് ചേർക്കാനുള്ളത്. ഇപ്പോൾ വുഡ് യു മൈൻഡ് മൂവിങ് എന്നാണ് വരാനുള്ളത്. ഇവിടെ വുഡ് യു പ്ലീസ് അല്ലേ, വുഡ് യു അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ മൂവ് ആണ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ഹി പ്രാക്ടീസ് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ റെഗുലർലി. അപ്പം ആൻഡ് യൂസ് ചെയ്തിട്ട് രണ്ട് സബ്ജക്റ്റിനെ അല്ലെങ്കിൽ രണ്ട് സെന്റൻസിനെ തമ്മിൽ യോജിപ്പിച്ചിരിക്കുകയാണ്. ഹി പ്രാക്ടീസ് ക്രിക്കറ്റ്, ഹി പ്രാക്ടീസ് ഫുട്ബോൾ. ഓക്കെ, ഇതിനെ രണ്ടിനെയും കൂടെ ഒരുമിച്ച് ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതെന്ത് സെന്റൻസാ? കോമ്പൗണ്ട് സെന്റൻസ് ആണ്. കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അപ്പോൾ ഈ സെന്റൻസിൽ ശരിയായ അർത്ഥം ഹി പ്രാക്ടീസസ് ക്രിക്കറ്റ് ആൻഡ് ഹി പ്രാക്ടീസസ് ഫുട്ബോൾ. അപ്പം ഈ രണ്ട് വെർബ് ഉള്ളത് കൊണ്ട്, അതുപോലെ രണ്ട് വെർബും ഉണ്ട്, രണ്ട് ക്ലോസും ഉണ്ട്. അതുകൊണ്ട് ഇത് എന്ത് സെന്റൻസ് ആണ്? കോമ്പൗണ്ട് സെന്റൻസ് ആണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് 40 ടോപ്പ് ഇംഗ്ലീഷ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക് യു.